ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് വളരാനും അവർക്ക് നല്ല കളറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് ലൈവ് ഫുഡ്. അതിൽ ബെസ്റ്റ് ലൈവ് ഫുഡാണ് ആർട്ടീമിയ എന്ന് പറയുന്നത്. ആർട്ടീമിയ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആർട്ടീമിയ നമുക്ക് വീട്ടിൽ തന്നെ വിരിയിപ്പിക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് ഒരു ബോട്ടിൽ എടുക്കുക. എപ്പോഴും നല്ലത് ഒരു ലിറ്ററിൻ്റെ മുകളിൽ വരുന്നത്, ഇത് 1,250 ലിറ്റർ 1,250 ml വരുന്ന ഇതാണ്. അതുപോലത്തെ ഒരു ബോട്ടിലെടുത്തു. ഒരു എയർ പമ്പ് നിർബന്ധമായിട്ട് വേണം. ഇത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് സിംഗിൾ ഔട്ട് ഉള്ളതാണ്. നമുക്ക് കൂടുതൽ ആർട്ടീമിയൊക്കെ വിരിയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഡബിൾ ഔട്ടുള്ള മോട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്ക് കുറച്ച് വിരിയിപ്പിക്കാൻ ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആർട്ടീമിയ വിരിയാൻ നിർബന്ധമായിട്ട് വേണ്ടതാണ് കല്ലുപ്പിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള എയർ പമ്പുകളും അതിൻ്റെ ഒരു കൺട്രോളും അതുപോലെ തന്നെ ഒരു കണക്ടറുമാണ്. ഇനി എങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തു, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗം ഇതിൻ്റെ ടോപ്പ് മൂടിയിൽ നമുക്ക് ഒരു ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിന് നമ്മളൊരു പപ്പടക്കോൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കുകയാണ്. നമ്മളിത് ചൂടാക്കി എന്നിട്ട് പതുക്കെ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഹോൾ ഇടുന്നത് നമുക്ക് ഈ ഒരു കണക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ കണക്ടർ കയറുന്ന രീതിയിൽ ഹോൾ ഇട്ട് കൊടുക്കുക എന്നതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിലെ വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഗമ്മോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് എംസിയിലാണ്. എംസിയിൽ 10 രൂപയുടെ എംസിയിലൊക്കെ കിട്ടും. അത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. എംസിയിൽ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഒന്ന് വൈറ്റ് കളറിലും ഒന്ന് ബ്ലാക്ക് കളറിലും ഉണ്ടാവും. അത് ഏകദേശം ഒരേ അളവിലെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കവിടെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഭാഗം ഇവിടെ എംസിയിലിട്ട് ഉറപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തും ഈ സൈഡുകളിലായിട്ട് എംസിയിലിടുന്നത് നന്നായിരിക്കും. നിർത്തിയേക്ക്. ബോട്ടിലിൻ്റെ അടപ്പിൽ നമ്മൾ ഇതുപോലെ കാണുന്നത് പോലെ നമ്മൾ എംസിയിലിട്ട് ആ കണക്ടറിനെ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇവിടെ ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് ഒരു കയറ് കെട്ടുക എന്നതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ അടിഭാഗത്തൂടെ എടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ തിരിച്ചെടുക്കാൻ ആർട്ടീമിയ എടുക്കാനുള്ള എളുപ്പത്തിനും അതുപോലെ എയറേഷൻ കൊടുക്കാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് തിരിച്ച് ബോട്ടിലിൻ്റെ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് അടിഭാഗം കട്ട് ചെയ്യാതെ ഇവിടെ കട്ട് ചെയ്തിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു എയർ സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. പക്ഷേ അതിനേക്കാളും ഒന്നുകൂടി എഫക്റ്റീവ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. കട്ടെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ 2 ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തു ആണ് നമ്മൾ നിർത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് നമ്മൾ 2 പൈപ്പിൻ്റെ ഒരു ചെറിയ പീസും എടുത്തിട്ടുണ്ട്, കുറച്ച് നീളം കൂടിയ വശം എടുത്തിട്ടുണ്ട്. നീളം കൂടിയ വശം ഒന്ന് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു അവിടെ. ഇനി ഇതിൻ്റെ മറ്റു വശത്ത് ഒരു കണക്ടർ കണക്ട് ചെയ്യുകയാണ്. അത് നമുക്ക് കണക്ടറല്ല, ആക്ച്വലി റെഗുലേറ്റർ. നമുക്കിത് എയറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇത് തിരിച്ചെടുക്കാനൊക്കെ ഉള്ള എളുപ്പത്തിനാണ്. അതുപോലെ പിന്നെ ചെറിയ പീസ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിത് ഡയറക്റ്റ് എന്ത് ചെയ്തു, മോട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇനി ഇത് എങ്ങനെയാണ് നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കറണ്ടിന് ഇത് കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് എയർ വന്ന് ഇവിടെ വെള്ളവും ആർട്ടീമിയൊക്കെ ഇടേണ്ടതാണ്. അത് എങ്ങനെയാണെന്ന് നമ്മൾ ഇന്നലെ ഈ ബോട്ടിൽ എംസിയിൽ ഉറക്കാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ കണക്ഷൻ കൊടുത്തു, മോട്ടർ വെച്ചു, മോട്ടറിൽ നിന്നും ചെറിയൊരു പൈപ്പ് എടുത്തു, അതിനുശേഷം ഒരു കണക്ടർ വെച്ചു, കണക്ടറിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ ആർട്ടീമിയ ബോട്ടിലേക്ക് കണക്ഷൻ കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ ഇതിൽ 1 ലിറ്റർ വെള്ളം ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടീമിയ ഇടുക. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 1 ലിറ്റർ വെള്ളം ഇതിലേക്ക് എടുക്കുക ബോട്ടിലേക്ക്. എന്നതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടീമിയ, ഇപ്പോൾ നമുക്ക് കുറച്ച് ഫിഷ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മതി.
അതല്ല കൂടുതൽ ഫിഷ് ഉണ്ടെങ്കിൽ ഈ ഒരളവ് വരെ നമുക്ക് ഇടാവുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഒരളവൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്കിപ്പോൾ ഒരു 10 ഗ്രാം ഒരു 10 ഡേയ്സിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന, ഇപ്പോൾ ഒരു 10 ഫ്രിഡ്ജൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഒരു അളവിൽ കൊടുത്താൽ മതിയാവും. എന്നതിന് ശേഷം ഇത് നമ്മൾ എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഞാൻ ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഇട്ടത്. എന്നതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് എടുത്തത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1.5 സ്പൂൺ ഉപ്പ്. 1.5 സ്പൂൺ ഉപ്പ് എന്ന് പറഞ്ഞാൽ 1 സ്പൂണ്. ഇത് ഓൾറെഡി ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. സോ 1.5 സ്പൂൺ ഇതുപോലെ 1 സ്പൂൺ എടുക്കുക. വീണ്ടും അതിൻ്റെ അരഭാഗം ഒന്നുകൂടെ ഇടുക. അങ്ങനെ 1.5 സ്പൂൺ ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ഇടേണ്ടത്. ഒരു കാരണവശാലും കൂടുതൽ ഇടരുത്, കുറച്ചും ഇടരുത്. 1 ലിറ്ററിലേക്ക് 1.5 സ്പൂൺ എന്നുള്ള അളവ് ഇട്ട് കൊടുത്താൽ മതി. ഇത് കടലിലുള്ളൊരു ജീവിയുടെ മുട്ടയാണ്. അപ്പം അത് വിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അവർക്ക് ഒരു ഉപ്പ് വെള്ളവും വേണം, അതുപോലെ തന്നെ മുഴുവൻ സമയവും ഇളകിക്കൊണ്ടിരിക്കണം, ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓക്സിജൻ ഇതുപോലെ എയർ പമ്പ് വെച്ചിട്ട് ഇതിനൊരു മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. 24 മണിക്കൂറാണ് സമയം ഇത് വിരിയാനെടുക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ നാളെ രാവിലെ ഈ സമയമാകുമ്പോഴേക്കും അത് വിരിയും. വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് നോർമൽ കളറാണല്ലോ, വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഫാമിലേക്ക് നമ്മൾ ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ഇത്രയും ഇത് നമ്മൾ രാവിലേക്ക് 2 ബോട്ടിൽ വെക്കും, വൈകുന്നേരത്തേക്ക് 2 ബോട്ടിൽ, അങ്ങനെ 2 നേരം വെച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കാറ്. സോ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് ആയത് കാണാം. എന്നതിന് ശേഷം വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് 5 മിനിറ്റ് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെക്കുമ്പോൾ വിരിഞ്ഞിട്ടുള്ള ജീവികളെല്ലാം അടിഭാഗത്ത് വരുന്നതായിരിക്കും. ഷെല്ല് ഇപ്പോൾ ഇതൊരു മുട്ടയാണ്, എഗ്ഗാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് വിരിയുമ്പോൾ അതുണ്ടാകുന്ന തോടുകളെല്ലാം മുകളിൽ, വെയിറ്റ് ഇല്ലാത്ത കാരണം അത് മുകളിൽ വരും, ജീവിയെല്ലാം അടിയിലായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട രീതി, നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന ഇവിടെ കണക്ടർ വെച്ചിട്ടുള്ള ഭാഗം നമ്മൾ ഇവിടെ ഈ ഒരു പോർഷൻ എപ്പോഴും ഇളക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എടുത്തിട്ട് നമുക്ക് താഴേക്കൊരു ബോട്ടിലേക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ജീവി ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഈ ജീവി മുഴുവനായി വന്ന് തീരുന്നത് വരെ നമ്മളിതുപോലെ വെള്ളം കളക്ട് ചെയ്യുക. ഈ ഷെല്ല് ഇവിടെ എത്തുന്ന സമയം നമ്മളിത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് മാത്രം ഫിഷിന് ഫീഡ് ചെയ്യാവുന്നതാണ്. എന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ബോട്ടിൽ വാഷ് ചെയ്ത് നമ്മൾ ആർട്ടിമെ കളക്ട് ചെയ്ത് ഫിഷിന് ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ഡേയിലേക്കുള്ള വെള്ളം ഫില്ല് ചെയ്ത് ആർട്ടിമെ ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നാലേ നമുക്ക് അടുത്ത ദിവസവും ആർട്ടിമെ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ദിവസവും ഇത് പ്രവർത്തിക്കണം, എന്നാലേ നമുക്ക് ആർട്ടിമെ കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത് തൂക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ വെള്ളം നിർത്തുന്ന ഹൈറ്റിനേക്കാളും മുകളിലായിരിക്കണം നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത് ഓഫാക്കുന്ന സമയത്ത് വെള്ളം തിരിച്ച് ഈ പൈപ്പിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിലിനേക്കാളും കുറച്ച് ഹൈറ്റിലായിരിക്കണം നമ്മുടെ മോട്ടർ തൂക്കിയിടേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഇതിന് കറണ്ട് കൂടുതലാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ഇതിന് ഏകദേശം 3 വാട്ട്സാണ് വരുന്നത്. 3 വാട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ LED ബൾബ് പോലത്തെയൊക്കെ പ്രവർത്തിക്കുന്ന കറണ്ട് ആവുകയുള്ളൂ. നമുക്ക് ഏകദേശം 12 മുതൽ 13 ദിവസം മുഴുവൻ സമയം വർക്ക് ചെയ്യുകയാണെങ്കിൽ, 24 മണിക്കൂറും വർക്ക് ചെയ്ത് ഒരു 13 ദിവസം വരെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1 യൂണിറ്റ് കറണ്ടാണ് ആവുക. അപ്പോൾ അധികം കറണ്ടാവും എന്ന് വിചാരിക്കരുത്, ഇതിന് വളരെ കുറച്ച് കറണ്ട് ആവുകയുള്ളൂ. പക്ഷേ നമ്മൾ ഡെയിലിയും പ്രവർത്തിപ്പിക്കണം, എന്നാലേ നമുക്ക് ഡെയിലിയും ആർട്ടിമെ കിട്ടുകയുള്ളൂ. ആ ഒരു വിഷയം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കിത് വളരെ ഈസിയാണ്, നമുക്ക് ഇതിലിട്ട് കൊടുത്തത് നെക്സ്റ്റ് ഡേ നമുക്ക് തീർച്ചയായിട്ടും കളക്ട് ചെയ്യാവുന്നതാണ്.